ഉല്ലസിച്ച് നടക്കുന്നതിനിടയിലാണ് ഒരു തിമിംഗലം വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്ന ഒരു കോർക്ക് കണ്ടത്. അതും കടിച്ചെടുത്ത് അത് അടിയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് കടി വിട്ടപ്പോൾ കോർക്ക് മുകളിലേക്ക് തന്നെ പോയി. തിമിംഗലം വീണ്ടും അതിനെ വായ്ക്കുള്ളിലാക്കി കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങി. പിടുത്തം വിട്ടപ്പോൾ കോർക്ക് മുകളിലെത്തി. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ തിമിംഗലം ചോദിച്ചു, ഞാൻ നിന്നെയും കൊണ്ട് എത്ര താഴ്ന്നു പോയിട്ടും നീ എങ്ങനെയാണ് നിമിഷങ്ങൾക്കുള്ളിൽ മുകളിലെത്തുന്നത്? കോർക്ക് പറഞ്ഞു, എത്രയധികം ആഴത്തിലേക്ക് പോയാലും പൊങ്ങി വരത്തക്ക വിധത്തിലുള്ള വസ്തു കൊണ്ടാണ് ഞാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. താഴ്ത്തിക്കെട്ടാൻ പലരുണ്ടാകും. ഉയർന്നു നിൽക്കുക എന്നത് സ്വന്തം ഉത്തരവാദിത്തമാണ്. അനുകൂലമായ സാഹചര്യങ്ങളും വ്യക്തികളും ഉണ്ടാകണമെന്നത് ഒരു പ്രതീക്ഷ മാത്രമാണ്. എല്ലാവരും അവനവന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് അതിനുള്ള സാധ്യത വിരളമാണ്. ചുമതലാബോധവും ഉൾക്കരുത്തും കാര്യശേഷിയും ഉള്ളവർ തങ്ങളുടെ സ്വയം നിയമിത പാതകളിലൂടെ സഞ്ചരിക്കും. എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം. നിർമ്മാണത്തിൽ അപാകതയുണ്ടെങ്കിൽ രൂപാന്തരീകരണത്തിലൂടെ ശക്തി ആർജിക്കണം. ഉൾബലത്തിന് ചില പ്രത്യേകതകളുണ്ടാകണം. എന്തിനേയും അതിജീവിക്കാൻ കഴിയണം. അനാവശ്യമായവയെ ഒഴിവാക്കാൻ അറിയണം. പോരാട്ട വീര്യം നിലനിർത്തണം. തുടർ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകണം. ബാഹ്യ ഘടകങ്ങളെ മാത്രം ആശ്രയിച്ച് നീങ്ങുന്നവർ ഏതെങ്കിലും പ്രതിബന്ധം കണ്ടാൽ ആദ്യം സ്തംഭിച്ചു നിൽക്കും. പിന്നീട് അവയെ കുറ്റപ്പെടുത്തി കീഴടക്കും. സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കുന്നവർ എത്ര തവണ മുങ്ങിത്താണാലും തിരിച്ചു വരും. പലതവണ വഴിമുടങ്ങിയാലും മറുവഴികൾ കണ്ടെത്തും. ഒന്നിനും അവരെ അധികകാലം തടഞ്ഞു നിർത്താനാകില്ല. നിശ്ചയിച്ചത് പൂർത്തീകരിച്ചേ മടങ്ങൂ എന്നുറപ്പുള്ളവരുടെ മുൻപിൽ കീഴടങ്ങുകയല്ലാതെ പ്രതിയോഗികൾക്ക് മാർഗമില്ല.